വിളിച്ചത് അദ്ദേഹം തന്നെയാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചു, ചെന്നൈയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് വന്ന് ഒരു പൂജയും മറ്റൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ വീരമണിയും വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്ന് പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചെയ്തപ്പോ വീരമണി സ്വാമി ഉണ്ട്, അല്ല ഞങ്ങൾ ഒരുമിച്ചാ പോയത്. കറക്റ്റാ, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി, ഞാനും ഒരുമിച്ചിരുന്ന് പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നായിരുന്നു, അടുത്ത ദിവസമായിരുന്നു, അത് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ. എനിക്കത് അന്ന് തന്നെ ആയിരുന്നു, അല്ല അടുത്ത ദിവസമാണോ സംശയം എനിക്ക്. പ്രിയമുള്ളവരെ, നടൻ ജയറാം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ജയറാമിന് ഈ അടുത്ത കാലത്തായിട്ട് അത്ര നല്ല സമയമല്ല. കാന്താരയിലൂടെ രാജാവായിട്ടൊക്കെ അദ്ദേഹം വലിയ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി നല്ല സമയമില്ല. പ്രത്യേകിച്ചും ശ്രീനിവാസന്റെ, ലെജൻഡറി ആക്ടറായ ശ്രീനിവാസന്റെ മരണത്തിന് അദ്ദേഹം വരാതിരുന്നത് മാത്രമല്ല, ഒരു പോസ്റ്റ് പോലും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലെന്നാണ് ചില ആളുകൾ, ജയറാമേട്ടന്റെ ഫാൻസ് പറയുന്നത്. ഒരു പോസ്റ്റ് പോലും ഇടാതിരുന്ന, എന്തിനേറെ പറയുന്നു, വേണമെങ്കിൽ ഈ പറഞ്ഞ ഭാര്യയായ പാർവതി അയക്കാമായിരുന്നു. ഒന്നും വേണ്ട, കാളിയെ പോലും ശ്രീനിവാസൻ മരിച്ചപ്പോൾ വീട്ടിലേക്ക് അയക്കാൻ ജയറാം തയ്യാറായില്ല. ജയറാം ഷൂട്ടിങ്ങിന്റെ തിരക്കാണെന്നൊക്കെയുള്ള ചില പഴയ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം ഒരുപാട് പ്രചരിക്കുകയും ജയറാം എയറിൽ പോവുകയും ചെയ്തു. കുറച്ച് ആളുകളെങ്കിലും ജയറാമിനെ അനുകൂലിച്ചും വന്ന്. അന്ന് തന്നെ എനിക്ക് തോന്നിയത് ജയറാം ഈ പറഞ്ഞ കണക്ക് ഒരു ഭക്തി മൂത്ത, അതായത് അത്ര കാര്യമായിട്ട് സഹജീവി സ്നേഹമൊന്നും ഇല്ലാത്ത, സംസാരത്തിൽ മാത്രം എളിമയും ഭവ്യതയും സ്നേഹവും കെയറിങ്ങും ഒക്കെയുള്ള ഏട്ടനാണ് ജയറാമേട്ടൻ എന്ന് എനിക്ക് തോന്നി. എന്നാൽ ഇപ്പോഴത്തെ ജയറാമേട്ടന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ജയറാമേട്ടൻ ഒരു പക്ഷേ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ദിലീപേട്ടന് ശേഷം ഇതുപോലെ ഒരു വിവാദമായ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മലയാള സിനിമാ താരമായി ഒരുപക്ഷെ ജയറാമേട്ടൻ മാറിയേക്കാം. ജയറാമേട്ടൻ അനാവശ്യമായി പറഞ്ഞ ചില വലിയ കള്ളങ്ങൾ ജയറാമേട്ടന് കനത്ത തിരിച്ചടിയാവുകയായിരുന്നു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയറാമേട്ടൻ അടക്കം പ്രതിയാകേണ്ടി വരുന്ന അവസ്ഥ. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ ചെയ്തപ്പോ വീരമണി സ്വാമി ഉണ്ട്, അല്ല ഞങ്ങൾ ഒരുമിച്ചാ പോയത്. കറക്റ്റാ, ഞങ്ങൾ ഒരുമിച്ചാ പോയത്. എന്നിട്ട് അദ്ദേഹം പാട്ടുകൾ പാടി, ഞാനും ഒരുമിച്ചിരുന്ന് പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർപ്പൂരം ഒഴിഞ്ഞു, ശരണം വിളിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പ്രധാന പൂജ ചെയ്ത്, കൂടെ ഞാനും ഇരുന്നു. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിളിച്ചതല്ലേ? സ്മാർട്ട് ക്രിയേഷൻസിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, പൂർത്തിയായി. സ്വപ്നത്തിൽ ജയറാമിനെ കണ്ടു, അപ്പൊ വരണം. തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഞാൻ ഷൂട്ടിംഗ് ആവട്ടെ നിർത്തിയിട്ടാണ് ഓടിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെയാണോ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതോ അത് കഴിഞ്ഞിട്ടോ? അന്നായിരുന്നു, അടുത്ത ദിവസമായിരുന്നു, അത് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ. എനിക്കത് അന്ന് തന്നെ ആയിരുന്നു, അല്ല അടുത്ത ദിവസമാണോ സംശയം എനിക്ക്. പെട്ടെന്ന് ഓർത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പൂജ നടന്നതുമായി ബന്ധപ്പെട്ട് ജയറാമിന് കറക്റ്റായി ഓർമ്മയില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ജയറാം നടത്തുന്നത്. കറക്റ്റായി ഓർമ്മ ജയറാമിന് അങ്ങോട്ട് കിട്ടുന്നില്ല. ജയറാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഭക്തിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു പകയനാണ് ജയറാം. ജയറാം തന്നെ പറഞ്ഞ, ഒരു മാസം മുന്നേ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൂടെ ഒന്ന് കേൾക്കാം. 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന, 50 വർഷത്തിന് മുകളിലായിട്ട് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഫോണിൽ വിളിച്ചിട്ട്, നമസ്കാരം, ഞാൻ ഇന്ന ആളാണ്, ശബരിമലയിലേക്ക് പോകാൻ പോകുന്ന ഇങ്ങനെ സ്വർണം പൂശിയ സാധനം അങ്ങയുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചൊന്ന് പൂജിച്ചാൽ, ആഹാ, ഇത് അയ്യപ്പൻ എന്നെ വിളിച്ച് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടുകൂടി എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കൊരു 3 മണിക്കൂർ സമയം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് ജയം രവി എൻ്റെ കൂടെ വരുന്നതാണ്. രവിയെ വിളിച്ചപ്പോൾ രവി ഇവിടെ ജയറാം തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ ജയറാം പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെ അപരാധം കാണിക്കുന്ന സിനിമാ താരങ്ങൾക്കൊരു പാഠമാണിത്. എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങൾ ഈ രീതിയിൽ ഇത്തരം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ദൈവം അവരുടെയൊക്കെ കുടുംബസ്വത്താണോ? ദൈവങ്ങളൊക്കെ പറയാനും വേടനും ഒക്കെ പോലെ തന്നെ ദൈവവും അവരുമായിട്ടുള്ള ബന്ധമുള്ളൂ. ദൈവത്തിന് പ്രത്യേകിച്ച് അവരോട് ഒരു വലിയ താല്പര്യം ഉണ്ടെന്നുള്ളൊരു ധാരണ ഈ സോ കോൾഡ് സെലിബ്രിറ്റികൾക്കുണ്ട്. അപരാധികളാണ് സത്യം പറഞ്ഞ ഇമാരെന്തിനാണ് ഈ വലിയൊരു പ്രിവിലേജ് എടുക്കുന്നത്, ദൈവമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്? പൊതുവേ എല്ലാവരും ചെയ്യുന്ന പറയുന്നില്ല, ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിൽ ഇത്തരം അപരാധങ്ങൾ കാണിക്കുന്നവരുണ്ട്. ജയറാമിന്റെ വീട്ടിൽ എന്തിനാണ് ഇതുകൊണ്ട് പൂജ ചെയ്യുന്നത്? ജയറാം ആരാണ്? ജയറാം തന്നെ പറയുന്നത് ജയറാം 50 കൊല്ലം ഈ പറഞ്ഞ ശബരിമലയിൽ പോയ ഒരാളാണെന്ന്. ഇതിലും കൂടുതൽ പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ജയറാമിന് നാളെ തോന്നുവാണ്, ജയറാമിന് ഈ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ, ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചില്ല എന്നെങ്കിൽ ജയറാമിന് ഒരു പൂതി വരുവാണ്, അയ്യപ്പന്റെ വിഗ്രഹം തന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചൊന്ന് ആരാധിക്കണോ തോന്നിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ കൊണ്ടുവന്നോട് തന്നെ. കട്ടളപ്പാളി, ദ്വാരപാലക പാളികൾ ഇതെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് തൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് 10 മിനിറ്റ് മാത്രം പൂജ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നപ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അന്നേരം ശബരിമലയിലേക്ക് അവരെല്ലാം പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകൂ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം സംഭവിച്ചത് ഒരു ദിവസമാണ് എന്നുള്ളതാണ്. അതായത് ശബരിമലയുമായി ഇത്രയും ബന്ധമുള്ള, അയ്യപ്പനെയും ഇത്രയും അധികം സ്നേഹിക്കുന്ന ശ്രീ ജയറാമിന്റെ വീട്ടിൽ ഈ പറഞ്ഞ ഏറ്റവും അമൂല്യമായ കട്ടളപ്പാളിയും പാലക പാളിയും കൂടെ കൊണ്ടുവന്ന് പൂജിക്കുന്നു.
അങ്ങനെ ഒരു ദിവസം, അല്ലെങ്കിൽ എന്നാണ് പൂജിച്ചതെന്ന് പോലും മറന്നു പോകുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ജയറാമിനെ സംബന്ധിച്ച് അത് ഓർമ്മയില്ലാതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയറാമിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അത്ര നിസ്സാരമായി മറന്നുപോയി എന്ന് ജയറാം പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണ്? ഇത് സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് 2019 ജൂലൈ 4-നാണ്. ഇനിയാണ് പ്രശ്നം. ഇനി ദ്വാരപാലക പാളികൾ എപ്പോഴാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജിച്ചത്, സ്മാർട്ട് ക്രിയേഷൻസിൽ തയ്യാറാക്കിയത്, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അപ്പോൾ ജയറാം പറഞ്ഞതുപോലെ ഇത് 2 ദിവസമല്ല, 2 മാസമാണ്. അതായത് 2019 ജൂണിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടളപ്പാളിയുടെ നിർമ്മാണവും പൂജയും നടന്നത്. ആ പൂജയിൽ ജയറാം പങ്കെടുത്തിരിക്കുന്നു. ആ കട്ടളപ്പാളി ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതായി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ജയറാം പങ്കെടുക്കുന്ന കട്ടളപ്പാളിയുടെ മുന്നിലിരിക്കുന്ന ഒറ്റ വീഡിയോയും ഒറ്റ ഫോട്ടോയുമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന ചടങ്ങാണ്. അതേസമയം ജയറാമിന്റെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്. അത് ദ്വാരപാലക പാളികളുടേതാണ്. ദ്വാരപാലക പാളികളുടെ പൂജ ജയറാമിന്റെ വീട്ടിൽ നടക്കുമ്പോൾ അതിൽ വീരമണിയുണ്ട്, പങ്കജ് ഭണ്ഡാരിയുണ്ട്, ജയറാമുണ്ട്, ബാക്കി കുറെ ആൾക്കാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുണ്ട്. അപ്പോൾ ജയറാം ഇട്ടിരിക്കുന്നത് കറുത്ത ഷർട്ടൊക്കെയാണ്. അപ്പോൾ ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരു മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ തെളിവ് കൂടി നമുക്ക് കാണിക്കാം. ഇതാണ് ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജ നടത്തിയിരിക്കുന്നത്. ജയറാമിന് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുള്ളതല്ല, പക്ഷേ ജയറാം എന്തൊക്കെയോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറയ്ക്കുന്നു. ഒരുപക്ഷെ ജയറാമിന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം, വളരെ എളിമയോടുകൂടി വിനയത്തോടുകൂടി അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പറഞ്ഞ ചില കള്ളങ്ങൾ. അതായത് ഒരു ദിവസമാണ് ഈ ഒരു സംഭവം നടന്നതെന്നുള്ള വലിയ കള്ളം ജയറാമിന് കനത്ത തിരിച്ചടിയാണ്. ഇതുപോലൊരു പ്രമാദമായ വിഷയത്തിൽ ജയറാമിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നിരുത്തരവാദപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ദ്വാരപാലക പാളികൾ കൃത്യമായി ജയറാമിന്റെ പൂജാമുറിയിൽ കാണാം. ജയറാമിന്റെ പൂജാമുറിയിലുള്ള ആനക്കൊമ്പിൽ തീർത്ത മിററാണിത്. അവർക്ക് ഗണപതി വിഗ്രഹമുണ്ട്, ഇവിടെ ദ്വാരപാലക പാളികളുണ്ട്. അതിനിടയിൽ കട്ടളപ്പാളി പോലൊരു കാര്യം കാണാം. ഇത് കട്ടളപ്പാളിയല്ല, ഈ കാണുന്നത് ഈ ശബരിമല സന്നിധാനത്തെ തെക്ക് വടക്കേ മൂലകളിലുള്ള ഒരു പ്ലേറ്റ് കൂടി അവർ അന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. അതാണ്. അപ്പോൾ ഈ ഒരു പടം പങ്കജ് ഭണ്ഡാരിയുടെ ഭാര്യ കലാ ഭണ്ഡാരിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അത് 2019 സെപ്റ്റംബർ 13-നാണ്. അപ്പോൾ ജയറാമിന്റെ വീട്ടിൽ ആകെ കൊണ്ടുവന്നിരിക്കുന്ന പാളി, ശബരിമലയിലെ പാളി എന്ന് പറയുന്നത് ദ്വാരപാലക പാളിയാണ്. അത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ജയറാം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരൊറ്റ തവണയെ ഈ ചടങ്ങുകളിലെല്ലാം സംബന്ധിച്ചിട്ടുള്ളൂ. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പൂജ നടന്നപ്പോൾ അവിടെ കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി എന്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ജയറാം 2 തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ പാളികളുമായി ബന്ധപ്പെട്ടുള്ള പൂജകളിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന്. അതായത് ഈ ഒരു വിഷയത്തിൽ ജയറാം അടപടലം മൂഞ്ചിരിക്കുകയാണ്. ജയറാം പെട്ടിരിക്കുകയാണ്. ജയറാമിന് ഇതിന് എന്താണ് ജയറാമിന് ഈ മറുപടി പറയുക? ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയാണെങ്കിൽ എന്താണ് ജയറാം ന്യായീകരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. എന്നാലേക്ക് ഇതുപോലൊരു അമൂല്യ സാധനം ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നു. ഇത്രയും ജനകോടികൾ ആരാധിക്കുന്ന ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ഇതുപോലൊരു സാധനം ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നു. ആ ദിവസം ഓർമ്മയില്ലാതാവുക, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസം കൊണ്ടുവന്ന് എന്നൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് ജയറാം പോകുന്നു. എന്ത് അമൂല്യതയാണ് ജയറാം അതിന് കൽപ്പിച്ചിരുന്നത്? ഇത്രയും അധികം വലിയ വിശ്വാസമാണെന്ന് പറയും. ജയറാമിന്റെ ഈ ചെണ്ടോട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് പലപ്പോഴും തോന്നിയുണ്ട് ജയറാം ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്യാറില്ല. നല്ലൊരു നടനാണ്, ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണ്, തമിഴിലും തെലുങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഒരുപക്ഷെ ജയറാമിന് കൂടുതൽ സിനിമകൾ കിട്ടാനും അവസരം കിട്ടാൻ വേണ്ടിയുള്ള പൂജകളായിട്ടായിരിക്കും അദ്ദേഹം ഇതൊക്കെ ചെയ്തത്. പക്ഷേ കാണിച്ചത് അപരാധമാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഒരു നടനും ഒരു അപരാധന്മാരും ഇത്തരം പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇത് സാധാരണ ജനങ്ങൾക്ക് ഇത് ഒരുപക്ഷെ ഇത് വലിയ അമൂല്യമായി കാണുന്ന ജനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ഏറെ ദുഃഖം തന്നെ ആയിരിക്കും ഇത്തരം അപരാധ പ്രവർത്തനങ്ങൾ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജയറാം അന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയുടെ ഒന്ന് കാണാം. ഇപ്പോൾ ശബരിമലയിലേക്ക് അടുത്ത കാലത്ത് 2 സ്വർണത്തിൽ പൊതിഞ്ഞ നടകൾ അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അത് ആദ്യം തൊഴുത് കർപ്പൂരം കാണിച്ച് പൂജ ചെയ്ത് അയക്കാനുള്ളൊരു ഭാഗ്യം അയ്യപ്പൻ എനിക്ക് ഉണ്ടാക്കി തന്നു. അതേപോലെ തന്നെ ആ 2 സ്വർണവാതിലുകളും സ്ഥാപിക്കുന്ന അയ്യപ്പന്റെ ആ നടവാതിൽ, അല്ലെങ്കിൽ അതിന് കട്ടള എന്ത് വേണമെങ്കിൽ പറയാം. അപ്പം അത് സ്വർണത്തിൽ പൊതിഞ്ഞ് ശബരിമലയിലേക്ക് യാത്രയാവുന്നതിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഈ കൈകൾ കൊണ്ട് ഇന്ന് പൂജ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. ഇതിപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ശബരിമലയിലേക്ക് പുറപ്പെടും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശബരിമലയിൽ ഇത് സ്ഥാപിക്കും. എന്റെ ഏറ്റവും വലിയ സംശയം ജയറാമിന് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? എത്രയും പെട്ടെന്ന് ജയറാമിനെ അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ജയറാമിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ആകെ മൊത്തം സംശയം നേളിക്കുകയാണ്. ജയറാം എന്തിനാണ് ഇത് ചെയ്തത്? ജയറാം ഈ ഭക്തി മൂത്ത് ചെയ്തതാണോ, അല്ലെങ്കിൽ ജയറാമിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ? ജയറാമിന്റെ സാമ്പത്തിക സ്രോതസ് എല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. ഏതൊരു പൗരനെ പോലെയും ജയറാമിനെയും ചോദ്യം ചെയ്യേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജയറാം അറസ്റ്റിലാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലുള്ള പരിപാടികളാണ് ജയറാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ കാണുന്നത്? ഈ ഒരു വിഷയത്തിൽ ജയറാം എന്തെങ്കിലും മറക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റായി രേഖപ്പെടുത്താം. എത്ര പേരാണ് ജയറാമിനെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്? അതുമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.